അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവേദനെ നിങ്ങളുടെ ഹൃദയം വിശ്വാസത്താൽ നിറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അത്ഭുതത്തിൽ നിറഞ്ഞു ജീവിച്ചിരിക്കും. അതെ, അല്ലാതെ സ്തോത്രം നമ്മൾ അവിശ്വാസത്തിലാണെങ്കിൽ ഇന്ന് പകലിൽ അവിശ്വാസത്തിന്റെ കണികളെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പുറത്തടിയാട്ടെ, ഒന്ന് പുറത്താക്കിയട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളം അസാധാരണമായ വിശ്വാസത്താൽ നിറയണം. പിറുപിറുക്കാതെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ടെ. ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കാതെ ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾ അസാധാരണമായ വിശ്വാസത്തിന് ഉടമകളായി തീരും. നിങ്ങൾ അസാധാരണമായ പ്രവൃത്തികൾ കാണുകയും ചെയ്യും. ഒരു കടുക് മണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീക്കി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞാൽ അത് എങ്ങനെ തന്നെ സംഭവിക്കുമെന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുക ഇല്ലെന്നും കർത്താവ് പറയുന്നു. അതെ, എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യവും അസാധ്യമാകത്തില്ല. കാരണം എന്താ? യേശുവിലാണോ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. ആമേൻ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ആ യേശുവിന്റെ നാമത്തിനുള്ള ശക്തി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 3:6 കാണുന്നു. അപ്പോസ്തലനായ പത്രോസ് വീതിയിൽ കൂടി നടന്നു പോകുമ്പോൾ ജന്മന മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വചനത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. എന്താ അപ്പോസ്തലൻ പത്രോസ് പറയുന്നത്? എനിക്ക് പൊന്നും വെള്ളിയുമില്ല, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞു. പൊടുന്നനെ ഇൻസ്റ്റന്റായി ആ വ്യക്തി സൗഖ്യമായി. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകലിൽ ആ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിലൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ കൂടെയും അത്ഭുതം സംഭവിച്ചിരിക്കും. ഇന്ന് പകലിൽ നിങ്ങളുടെ ആവശ്യം എന്താ? സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുക. ഇന്ന് പകലിൽ നിങ്ങളുടെ ആവശ്യം ഒരു സൗഖ്യമാണോ? കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഒരു കടഭാരമാണോ? ആ കടഭാരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ജോലിയിലുള്ള സ്ട്രഗിൾ ആണോ? നിങ്ങളൊരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുന്നു. സ്തോത്രം. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് വിചാരപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുന്നു. ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഓർത്ത് വിചാരപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുന്നു. സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ സ്വർഗം വിശാലമാക്കുവാൻ പോകുന്നു. സ്തോത്രം. എന്താവശ്യകതയായിരുന്നാലും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അടുത്തു വന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ.